നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു തൃശ്ശൂർക്കാരനായ കാര്യത്തിൽ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യം, തൃശ്ശൂരാണല്ലേ വീട് എന്നാണ്. അതായത് എൻ്റെ ഭാഷയുടെ, എൻ്റെ സംസാര ശൈലികളിലൂടെ അവർക്ക് മനസ്സിലായി തൃശ്ശൂർക്കാരനാണെന്ന്. 24-ൽ തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. 6 മലയാളികൾക്ക് 100 മലയാളം, അങ്ങനെ എന്തോ ഒരു ചർച്ച. അതിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു പെൺകുട്ടി പങ്കെടുത്തു. സത്യത്തിൽ ആ പെൺകുട്ടി തൃശ്ശൂർക്കാരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നിയത് മാത്രമല്ല, ഞാൻ കമൻസ് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ തോന്നുന്നു തൃശ്ശൂർ ഭാഷയെ വളരെ മോശമായി ആ പെൺകുട്ടി ചിത്രീകരിച്ചു. ആ പെൺകുട്ടി സംസാരിക്കുന്നതേ അല്ല തൃശ്ശൂർ ഭാഷ. ആ പെൺകുട്ടി എവിടെയൊക്കെയോ കുറച്ച് കോമഡി പ്രോഗ്രാമിൽ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നത് എവിടെ നിന്നൊക്കെയോ കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് വെറുതെ ഇരുന്ന് എന്താ കിടിയേ. പിന്നെ ആ പെൺകുട്ടി പറഞ്ഞതാണ്, മരിച്ചു കഴിഞ്ഞാൽ ജോസേട്ടൻ പടായിട്ടാ. അതായത് അത് പല കോമഡി സ്കിറ്റിൽ നിന്ന് ആ പെൺകുട്ടി പഠിച്ചെടുത്ത് അതാണ് ആ പെൺകുട്ടി അവതരിപ്പിച്ചത്. സത്യത്തിൽ തൃശ്ശൂർ ഭാഷ അങ്ങനെയല്ല. അത് വളരെയധികം തൃശ്ശൂർ ഭാഷയെ മോശമായ രീതിയിലാണ് ആ പെൺകുട്ടി ചിത്രീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ഭാഷ അതിമനോഹരമായി ചെയ്തിരിക്കുന്നത് പ്രാഞ്ചിയേട്ടലിലും തൂവാനത്തുമ്പികളിലാണ്. പ്രാഞ്ചിയേട്ടലിലെ സ്ക്രിപ്റ്റും ആ ഒരു തൃശ്ശൂർ ഭാഷ അതിമനോഹരമായിട്ട് ആ സിനിമയിലുണ്ട്. അതാണ് ശരിക്കും തൃശ്ശൂർ ഭാഷ. അല്ലാതെ ഈ 24 തമ്മിൽ കാണിച്ചത് തൃശ്ശൂർ ഭാഷയല്ല. ദയവ് ചെയ്ത് തൃശ്ശൂർ ഭാഷയെ ഇങ്ങനെ അപമാനിക്കാതിരിക്കുക. തൃശ്ശൂരിന് അവരുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി ബോറാക്കാതിരിക്കാൻ ഇങ്ങനെ പല സ്കിറ്റിൽ നിന്ന് കണ്ടുപഠിച്ചിട്ട് ഇതാണ് തൃശ്ശൂർ ഭാഷ എന്ന് അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഇതല്ലട്ടാ ശരിക്കും തൃശ്ശൂർ ഭാഷ. തൃശ്ശൂർ ഭാഷ എന്താന്ന് പറയണമെങ്കിൽ തൃശ്ശൂർക്ക് വരണം കടിയേ. അല്ലാണ്ട് ഈ കാട്ടിക്കൂട്ടുന്നതെന്നല്ല തൃശ്ശൂർ ഭാഷ. ഈ എന്തുട്ട് തേങ്ങയാണ് ഒരു കാട്ടിക്കൂട്ടിരിക്കുന്നത്. ശരിയിട്ടപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.